ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് സോഷ്യൽ സയൻസ് പാർട്ട് 2 ക്ലാസ് 9 ചാപ്റ്റർ 8. ലിംഗപദവിയും ലിംഗഭേദവും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം വ്യക്തിയിൽ നിക്ഷിപ്തമാണ് എന്ന നിരീക്ഷണം 2023 ഓഗസ്റ്റ് 8 പുറപ്പെടുവിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. ലിംഗപദവി, ജെൻഡർ, ലിംഗഭേദം, സെക്സ് എന്നീ പദങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക രേഖകൾ ആധാർ കാർഡ്, സ്കൂൾ അഡ്മിഷൻ രേഖകൾ, ജനന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്. ലിംഗഭേദവും ലിംഗപദവിയും ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നത് ലിംഗഭേദം. സെക്സ്, ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റു ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനുമുള്ള വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നത് ലിംഗഭേദം. സെക്സ് പ്രത്യേകവും സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നത് ലിംഗപദവി. ജെൻഡർ, ഉദാഹരണമായി ചില സമൂഹങ്ങളിൽ പിങ്ക് നിറം സ്ത്രീകൾക്കുള്ള നിറമെന്നും നീല നിറം പുരുഷന്മാർക്കുള്ള നിറമെന്നും പരിഗണിക്കുന്നു. ഇതിന് യാതൊരു ജൈവിക കാരണവുമില്ല. ഇത് കാലങ്ങളായുള്ള സാമൂഹിക സമ്പ്രദായമായി നിലനിൽക്കുന്നതാണ്. ലിംഗപദവി ജീവശാസ്ത്രപരമോ സ്ഥിരതയോ ഉള്ളതല്ല. സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ്. ലിംഗപദവി ഒരു സാമൂഹിക നിർമ്മിതിയാണ്. ഓരോ സമൂഹവും പുരുഷൻ, സ്ത്രീ എന്നീ ലിംഗപദവികളുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് ലിംഗപദവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും ആർജിച്ചെടുക്കുന്നതിനെ അറിയപ്പെടുന്നത് സാമൂഹികീകരണം. ഇവ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും. അതോടൊപ്പം ഇവയ്ക്ക് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. സാമൂഹികീകരണം, സോഷ്യലൈസേഷൻ, ജനനം മുതൽ ജീവിതകാലം മുഴുവൻ തുടരുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹികീകരണം. കുഞ്ഞുങ്ങൾക്ക് അവർ ജനിക്കുന്ന സമയത്ത് സമൂഹത്തെക്കുറിച്ചോ ജീവശാസ്ത്രപരമായി ആണെന്നോ പെണ്ണെന്നോ തരംതിരിക്കുന്നത് ലിംഗഭേദം. പുരുഷത്വം, മസ്കുലിനിറ്റി അല്ലെങ്കിൽ സ്ത്രീത്വം, ഫെമിനിറ്റി നിർമ്മിച്ചെടുക്കുന്നത് ലിംഗപദവി. പുരുഷൻ, സ്ത്രീ എന്നിവരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങൾ പുരുഷത്വം, സ്ത്രീത്വം. പുരുഷൻ കരുത്തിന്റെ പ്രതീകമാണെന്നും സ്ത്രീ വാത്സല്യത്തിന്റെ പ്രതീകമാണെന്നും കരുതുന്നത് ഇതിനുദാഹരണമാണ്. ലിംഗഭേദം ജനിക്കുമ്പോൾ തന്നെ പദവി ലഭിക്കുന്നതിനാൽ അത് ആരോപിത പദവിയാണ്. ലിംഗപദവി ഒരു ആർജിത പദവിയാണ്. അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് പഠിച്ച് രൂപപ്പെടുന്നതാണ്. ലിംഗഭേദം, സെക്സ്, ലിംഗപദവി, ജെൻഡർ. ലിംഗഭേദം ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം. ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റു ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനുമുള്ള വ്യത്യാസങ്ങളാണ് ലിംഗഭേദം. എല്ലാ സ്ഥലങ്ങളിലും സംസ്കാരങ്ങളിലും ഒരേപോലെയാണ് ലിംഗഭേദം. ലിംഗഭേദം ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതിനാൽ അത് ആരോപിത പദവിയാണ്. എന്നാൽ ജെൻഡർ, ലിംഗപദവി എന്നാൽ സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും സാമൂഹികീകരണത്തിലൂടെ ആർജിച്ചെടുക്കുന്നു. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്തമാണ്. ലിംഗപദവി ഒരു ആർജിത പദവിയാണ്. ലിംഗഭേദം അനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ലിംഗപദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുക. ചിലർ ലിംഗഭേദവുമായി പൊരുത്തപ്പെടാതെ ലിംഗപദവിയുള്ള മനുഷ്യരായിരിക്കും. അത്തരത്തിൽ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ലിംഗപദവിയുള്ള വ്യക്തികൾ ട്രാൻസ്ജെൻഡർ എന്നറിയപ്പെടുന്നു. എന്നാൽ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ്മാൻ, ട്രാൻസ് സ്ത്രീയും ട്രാൻസ് വുമൺ ഉൾപ്പെടും. ആരോപിത പദവിയും ആർജിത പദവിയും, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി. ഉദാഹരണത്തിന് പ്രായം, വംശം, ലിംഗഭേദം. വ്യക്തികൾ സ്വന്തം കഴിവിലൂടെ തിരഞ്ഞെടുക്കുന്നതിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി. ഉദാഹരണം വിദ്യാഭ്യാസ യോഗ്യത, വരുമാനം, തൊഴിൽ വൈദഗ്ധ്യം. കാലക്രമേണ സമൂഹത്തിൽ നിന്നും പഠിച്ചെടുക്കുന്നവയാണ് ഇവ. ലിംഗപദവി സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് അതൊരു ആർജിത പദവിയാകുന്നത്. ലിംഗപദവി നിശ്ചയിക്കപ്പെടുന്നത് ജനനത്തെയോ ശരീരത്തെയോ ആശ്രയിച്ചല്ല, മറിച്ച് സാമൂഹിക ഇടപെടലുകളിലൂടെയും സാമൂഹിക വഴക്കങ്ങളിലൂടെയും ഉണ്ടാക്കുന്ന ശീലങ്ങളിലൂടെയും. പദവി, സ്റ്റാറ്റസ്. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിലെ ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് പദവി.
സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നുവെന്നും ഇതിന്റെ നിർണായക ഘടകമാണ് പദവി. എല്ലാ സമൂഹങ്ങളും അതിനുള്ള അംഗങ്ങളെ പദവിക്കനുസരിച്ച് വർഗീകരിച്ചിട്ടുണ്ട്. സാമൂഹിക ശ്രേണീകരണം, സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ. സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്ന പ്രക്രിയ. സാമൂഹിക ശ്രേണീകരണം. ഉയർന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് സമൂഹത്തിൽ ഉന്നത പദവികളും താഴ്ന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് സമൂഹത്തിൽ താഴ്ന്ന തരം പദവിയും ലഭിക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ. ലിംഗപദവി പരമായ പങ്കുകൾ, ജെൻഡർ റോൾസ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലോഡിയ ഗോർഡിൻ 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി. തൊഴിൽ രംഗത്ത് സ്ത്രീകളെ കുറിച്ച് ഉള്ളതായിരുന്നു പഠനം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലും ലിംഗ പദവി വ്യത്യാസങ്ങളുടെ, അതായത് ജെൻഡർ ഡിഫറൻസ് കാരണങ്ങളെ കുറിച്ചായിരുന്നു ഗവേഷണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോർഡിൻ. ജെൻഡർ റോൾസ്, ലിംഗ പദവി പരമായ പങ്കുകൾ. ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക്, റോൾ. ഒരു സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സംസാരിക്കണം, ചിന്തിക്കണം, വസ്ത്രം ധരിക്കണം, പെരുമാറണം എന്നും എന്തൊക്കെ ജോലികൾ ചെയ്യണമെന്നുള്ള പ്രതീക്ഷകളാണ് ലിംഗപദവി പരമായ പങ്ക് എന്ന പദം സൂചിപ്പിക്കുന്നത്. ലിംഗപദവി പരമായ പങ്ക് എന്ന് അർത്ഥമാക്കുന്നത് ഒരു സമൂഹം പുരുഷത്വത്തോടും സ്ത്രീത്വത്തോടും ബന്ധപ്പെടുത്തുന്ന പ്രത്യേക സ്വഭാവങ്ങളെ മനോഭാവങ്ങളുമായ പ്രവർത്തനങ്ങൾ. ഉദാഹരണം, ഒരു കുടുംബത്തിൽ വരുമാനം ഉണ്ടാക്കേണ്ടത് പുരുഷനും വീട്ടുജോലികൾ ചെയ്യേണ്ടത് സ്ത്രീകളുമാണ് എന്ന ധാരണ ചില സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഈ പങ്കുകൾ വ്യക്തികളുടെ തിരഞ്ഞെടുപ്പുകൾ പരിമിതപ്പെടുത്തുന്നു. പദവിപരമായ പങ്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിരവധി വഴക്കങ്ങളും ശീലങ്ങളും പ്രകടമാണ്. ലിംഗപദവിയും സാമൂഹിക വഴക്കങ്ങളും, ജെൻഡർ ആൻഡ് സോഷ്യൽ നോംസ്. ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരമായിരുന്നു സതി. ഭർത്താവ് മരിച്ചാൽ ഭാര്യ അയാളുടെ ചിതയിൽ ചാടി ജീവൻ വെടിയണം എന്ന അനാചാരം സതി. ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ച നിയമം 1987 സതി നിരോധന നിയമം. സ്വമേധയാലോ നിർബന്ധപൂർവമോ സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും ഈ നിയമം നിരോധിക്കുന്നു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു സാമൂഹിക അനാചാരമാണ് തൊട്ടുകൂടായ്മ. വ്യക്തികളെ വ്യത്യസ്ത ജാതിയിൽ ഉൾപ്പെടുത്തി അതിൽ താഴ്ന്ന ജാതിയായി കരുതപ്പെടുന്നവർ ഉയർന്ന ജാതിയായി കരുതപ്പെട്ടവരിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചു മാത്രമേ സമൂഹത്തിൽ ഇടപെടാൻ പാടുകയുള്ളൂ എന്ന അനാചാരമായിരുന്നു തൊട്ടുകൂടായ്മ. തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 17. തൊട്ടുകൂടായ്മ നിരോധന നിയമം, പൗരാവകാശ സംരക്ഷണ നിയമം 1955. സാമൂഹിക വഴക്കങ്ങൾ, സോഷ്യൽ നോംസ്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. എഴുതപ്പെടാത്തതും എന്നാൽ ഒരു സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതുമായ ചില വഴക്കങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയാണ് സാമൂഹിക വഴക്കങ്ങൾ, സോഷ്യൽ നോംസ്. നിയമങ്ങൾ, വഴക്കങ്ങൾ. നിയമങ്ങൾ. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണം. നിയമാനുസൃത തിരഞ്ഞെടുപ്പുകൾക്ക് ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും കുറ്റകരമാണ്. ഒരു വ്യക്തിയെയും ശാരീരികമായി ഉപദ്രവിക്കരുത്. ഇതെല്ലാം നിയമങ്ങളിൽ പെടുന്നു. എന്നാൽ വഴക്കങ്ങൾ, മുതിർന്ന പൗരരെ ബഹുമാനിക്കണം. ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്. സ്ത്രീകൾ രാത്രി സമയം പുറത്തിറങ്ങരുത്. കുടിവെള്ളം പാഴാക്കരുത്. ഇതൊക്കെ വരുന്നത് വഴക്കങ്ങളാണ്. ലിംഗപദവി വാർപ്പു മാതൃകകൾ, ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെ ജനതകളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പു മാതൃകകൾ. സ്റ്റീരിയോടൈപ്പ് വർഗം, ജാതി, മതം, തൊഴിൽ, ഭാഷ, ലിംഗപദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വാർപ്പു മാതൃകകൾ രൂപവൽക്കരിക്കാറുണ്ട്. വസ്തുതയില്ലാത്തതോ ഭാഗികമായി മാത്രം ശരിയാവുന്നതോ ആയ ചില കാര്യങ്ങളെ സ്ത്രീയുടെയോ പുരുഷന്റെയോ അടിസ്ഥാന ഗുണങ്ങളാക്കി വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലൂടെ ലിംഗപദവി വാർപ്പു മാതൃക, ജെൻഡർ സ്റ്റീരിയോടൈപ്പ് സൃഷ്ടിക്കപ്പെടുന്നു. ഉദാഹരണം, നഴ്സ് ആവാൻ നല്ലത് സ്ത്രീകളാണ്, പുരുഷന്മാർ അതിന് അനുയോജ്യരല്ല. ലിംഗപദവി പരമായ പങ്കുകൾ, വഴക്കങ്ങൾ, വാർപ്പു മാതൃകകൾ എന്നിവയാണ് ലിംഗപദവി വ്യത്യാസത്തിന് കാരണം. ലിംഗപദവി വാർപ്പു മാതൃകകൾ കാണാൻ സാധിക്കുന്നത് മാധ്യമങ്ങളിലും ഭാഷയിലുമാണ്. ഉദാഹരണത്തിന്
മാധ്യമങ്ങളും ലിംഗപദവി വാർപ്പ് മാതൃകകളും. മീഡിയ ആൻഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. ടെലിവിഷനിലും ഓൺലൈൻ സ്ട്രീമിംഗ് ഇടങ്ങളിലും വരുന്ന പരസ്യങ്ങൾ ലിംഗപദവി വാർപ്പ് മാതൃകകളെ പല രീതിയിൽ ബലപ്പെടുത്തുന്നതായി കാണാം. ഭാഷയും ലിംഗപദവി വാർപ്പ് മാതൃകകളും. ലാംഗ്വേജ് ആൻഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. നാം ഉപയോഗിക്കുന്ന ഭാഷകളിലും ലിംഗപദവി വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഭാഷകളിൽ നാമപദങ്ങളെ ആൺ, പെൺ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. പൗരൻ, മനുഷ്യൻ തുടങ്ങിയ പുരുഷനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഉദാഹരണം, ലേഡി ഡോക്ടർ എന്ന വാക്ക് ഉപയോഗിക്കുകയും പുരുഷൻ ഡോക്ടർ എന്ന് പറയാതിരിക്കുകയും ചെയ്യുന്നത് പുരുഷൻ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച വാക്കുകളും പ്രയോഗങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിലാണ് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത്. ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിലൂടെ വാർപ്പ് മാതൃകകൾ ഉറപ്പിക്കപ്പെടുന്നു. ഭാഷ വഴിയുള്ള ഇത്തരം വാർപ്പ് മാതൃകകൾ ഉറപ്പിക്കലിനെ സ്റ്റീരിയോടൈപ്പ് റീഇൻഫോഴ്സിംഗ് പ്രതിരോധിക്കാൻ ലിംഗപദവി ഉൾച്ചേർന്ന ജെൻഡർ ഇൻക്ലൂസീവ് പദങ്ങളും പ്രയോഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ടീച്ചർ, എഞ്ചിനീയർ, നഴ്സ്. ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്ന ഘടകങ്ങൾ: ഭാഷ, മാധ്യമം, കുടുംബം, കല, സാഹിത്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ലിംഗപദവി പരമായ പങ്കുകളും വഴക്കങ്ങളും വാർപ്പ് മാതൃകകളും ലിംഗപദവി വ്യത്യാസത്തിലേക്ക് നയിക്കുന്നു. ഇവ സമൂഹത്തിൽ ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ലിംഗവിവേചനങ്ങൾക്കും കാരണമാകുന്നു. ഇങ്ങനെ സമൂഹത്തിൽ പുരുഷനും സ്ത്രീക്കും മറ്റ് ലിംഗപദവിയിലുള്ളവർക്കും തുല്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകും. ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾ: ജെൻഡർ ബേസ്ഡ് വയലൻസസ്, ലൈംഗിക പീഡനം, ഗാർഹിക പീഡനം, സ്ത്രീ ഭ്രൂണഹത്യയും ശിശുഹത്യയും, സ്ത്രീധന പീഡനം, ദുരഭിമാനക്കൊല, തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾ. ന്യായ സമൂഹം, ജസ്റ്റ് സൊസൈറ്റി. ജാതി, മതം, ലിംഗപദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാക്കുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെയാണ് ന്യായ സമൂഹം എന്ന് പറയാം. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇങ്ങനെ പറഞ്ഞു. ലിംഗവിവേചനമില്ലാത്ത ലോകം. ലിംഗപദവികൾക്കിടയിലെ തുല്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാരണം ലിംഗപദവി വിവേചനം. ഒരു ലിംഗപദവിയുടെ ആധിപത്യത്തിനു വേണ്ടി മറ്റു ലിംഗപദവികളെ അടിച്ചമർത്തുന്ന പ്രക്രിയയാണ് ലിംഗപദവി വിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗങ്ങളായി കണക്കാക്കിയിരുന്ന പുലയ വിഭാഗത്തിലെ സ്ത്രീകൾ ജാതീയതയുടെ അടയാളമായി കല്ല്, കുപ്പിച്ചില്ല് തുടങ്ങിയവ കൊണ്ടുള്ള മാലകൾ നിർബന്ധിതമായി അണിയേണ്ടിയിരുന്നു. ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പെരിനാട്ടിൽ നടന്ന സമരം കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള. മേൽമുണ്ട് സമരം. വസ്ത്രധാരണാവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൽ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പോലും പലർക്കും കഴിഞ്ഞിരുന്നില്ല. ഭരണഘടനയിലെ ലിംഗപദവി. ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദം 14. ഒരു വ്യക്തിയും ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടരുതെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം 15. ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണെന്ന് 2014 സുപ്രീം കോടതി പറയുകയുണ്ടായി. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് വ്യാഖ്യാനിച്ച സുപ്രീം കോടതി വിധിന്യായം 2014 നെൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014 ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് വ്യാഖ്യാനിച്ചു. 2014 നെൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതെല്ലാം ഉറപ്പായും നിലനിൽക്കേണ്ട ഒരു ന്യായ സമൂഹം, ജസ്റ്റ് സൊസൈറ്റിയുമാണ് രാജ്യത്തുണ്ടാകേണ്ടതെന്ന നിലപാടാണ് നമ്മുടെ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അസമത്വങ്ങൾ നിലനിൽക്കാതെ ഒരു ന്യായ സമൂഹത്തെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. തുല്യനീതിയുള്ള ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനായി എല്ലാ ലിംഗപദവിയിലുള്ളവരെയും തുല്യമായി പരിഗണിക്കുന്നതിനു വേണ്ടിയുള്ള ഉദ്യമങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ ഉൾച്ചേർക്കൽ ഇൻക്ലൂഷൻ പ്രക്രിയയിൽ സമൂഹത്തിലെ ഓരോ അംഗവും പങ്കാളികളാവേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. ലിംഗവിവേചനം ഇല്ലായ്മ ചെയ്യാനും ഭരണഘടനാപരമായ തുല്യതയും സ്വാതന്ത്ര്യവും എല്ലാ ലിംഗപദവിയിലുള്ള വ്യക്തികൾക്ക് ലഭിക്കുവാനും ചെയ്യേണ്ടവ
ലിംഗപദവി തുല്യത പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസം, ലിംഗപദവി വാക്കുമാതൃകളോടുള്ള വെല്ലുവിളി, ലിംഗപദവി വാക്കുമാതൃകകളെ പ്രോത്സാഹിപ്പിക്കുന്ന വഴക്കങ്ങളോടുള്ള വെല്ലുവിളി, ലിംഗപദവി ഉൾച്ചേർന്നതും തുല്യതയും ഉറപ്പാക്കുന്ന തൊഴിലിടങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിലെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട ചില അനുച്ഛേദങ്ങൾ. ആർട്ടിക്കിൾ 14 എല്ലാ ലിംഗപദവികളുടെയും തുല്യാവകാശം. ആർട്ടിക്കിൾ 15 ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല. അനുച്ഛേദം 16 എല്ലാ ലിംഗപദവികൾക്കും അവസര സമത്വം. ആർട്ടിക്കിൾ 19(1) ക്ലോസ് എ ക്ലോസ് എല്ലാ ലിംഗപദവികൾക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. ആർട്ടിക്കിൾ 21 എല്ലാ ലിംഗപദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. അനുച്ഛേദം 51(a)(e) ക്ലോസ് സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളാണ്. ആർട്ടിക്കിൾ 14, 15, 16, ആർട്ടിക്കിൾ 19(1) ക്ലോസ് എ ക്ലോസ്, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 51(a) ക്ലോസ് ഇ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ലിംഗപദവി സമത്വം ഒരു വികസന ലക്ഷ്യവും അതുപോലെ തന്നെ മറ്റു വികസന ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിനുള്ള ഒരു മുൻ വ്യവസ്ഥയുമാണ് ലിംഗപദവി സമത്വം. ലിംഗപദവി സമത്വം കൈവരിക്കുകയും എല്ലാ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരിക്കുകയും ചെയ്യുക എന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യം ഗോൾ 5 ലക്ഷ്യമിടുന്നു. ജെൻഡർ ഈക്വാലിറ്റിയാണ് സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ 5ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ലിംഗപദവി സമത്വമാണ്. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നത് അടിസ്ഥാന മനുഷ്യാവകാശമായി മാത്രമല്ല, സുസ്ഥിരമായ ഭാവിക്ക് ആവശ്യമായ വ്യവസ്ഥയായും UN അംഗീകരിക്കുന്നു. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2025 ഇന്ത്യ 148 രാജ്യങ്ങളിൽ 131ാമത്തെ സ്ഥാനം. എന്നാൽ 2024 ഇന്ത്യ 146 രാജ്യങ്ങളിൽ 129ാമത്തെ സ്ഥാനം. 2023 ഇന്ത്യ 146 രാജ്യങ്ങളിൽ 127ാമത്തെ സ്ഥാനത്താണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പ്രകാരം 2025 148 രാജ്യങ്ങളിൽ 131ാമത്തെ രാജ്യത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ഇപ്പോൾ എത്രാമത്തെ സ്ഥാനത്താണ് ഇന്ത്യയുടെ ഗ്യാപ്പ് പ്രകാരം? ഇപ്പോൾ 148 രാജ്യങ്ങളിൽ 131ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. അപ്പം 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റായ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന ചാപ്റ്റർ 8 ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്.当时梦路，现在回想，当时告别失去，你早就准备离开，我却以为你总会回来。那么用力，到最后才发现心没在一起，多么可笑！我用了全心全意接受这结局，来告别吧，和最初的我，和最后的你。我有这卷，那是最后一次电话，不想回复，全都放下。念回那晚，你给我甜蜜白色包装，红玫瑰花。当时忙碌，现在回想，那是告别失去，你早就准备离开，我却以为你总会回来。那么用力，到最后才发现心没在一起，多么可笑！我用了全心全意接受这结局，来告别吧，和最初的我，和最后的你。用这结局来告别吧，和最初的我，和
最后的